അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാന വാഖ്വാത്തുഹ എന്നുള്ള ബാബ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഇസ്മിയായിട്ടുള്ള ജുംലയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് മുബ്തദഉം ഖബറും. ഓക്കെ, മുബ്തദഇൻ്റെയും ഖബറിൻ്റെയും മുമ്പ് അല്പം ചില ഫിഅലുകൾ അല്ലെങ്കിൽ ഹർഫുകൾ വരികയാണ് എങ്കിൽ അവയുടെ ഇഅ്റാബിൽ മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത്തരത്തിലുള്ള ഫിഅലുകൾക്കാണ്, ഹർഫുകൾക്കാണ് നമ്മൾ നാസിഖ് എന്ന് പറയുന്നത്. അതിൻ്റെ ജംആയിട്ട് നവാസിഖ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുവെന്നർത്ഥം. ഓക്കെ, ഇനി നവാസിഖായിട്ട് വരുന്ന ഒരു ഇനം ഫിഅലുകളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു. കാന വാഖ്വാത്തുഹ എന്നുള്ളതാണത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഫിഅലുകളെ കുറിച്ച് വരും ബാബുകളിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഏതായാലും ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഫസ്ലിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത് ലൈസ എന്നുള്ളതിൻ്റെ അമൽ ചെയ്യുന്ന അല്പം ചില ഹർഫുകളാണ്. ഓക്കെ, ലൈസയുടെ അമൽ എന്ന് പറഞ്ഞാൽ കാനയുടെ അമൽ തന്നെ, അതായത് ശേഷം വരുന്ന ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബും നൽകുന്ന അല്പം ചില ഹർഫുകളുണ്ട്. അവ മാ, ലാ, ലാത്ത, ഇൻ എന്നിവയാണ്. ഓക്കെ, ഈ 4 ഹർഫുകളുടെയും അമൽ, അവക്കുള്ള ഷർത്തുകൾ, കാര്യങ്ങളൊക്കെയാണ് പുതിയ ഫസ്ലിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കിതാബിലേക്ക് നോക്കുക. ഫസ്ലുൻ ഫി മാ, വല, വലാത്ത, വ ഇൻ അൽ മുഷബ്ബഹാത്തി ബിലൈസ. ഓക്കെ, മാ, ലാ, ലാത്ത, ഇൻ എന്നുള്ള 4 ഹർഫുകളെ കുറിച്ച് പറയുന്ന ഫസ്ല് അൽ മുഷബ്ബഹാത്തി ബിലൈസ, ലൈസ എന്നുള്ളതിനുമായിട്ട് സാദൃശ്യമാക്കപ്പെട്ട ഹർഫുകൾ എന്നർത്ഥം. ഓക്കെ, അതായത് ലൈസയുടെ അമൽ തന്നെയാണ് ഈ 4 ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ലൈസയുടെ അർത്ഥം തന്നെയാണ് ഈ 4 അല്ല, ഇല്ല എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് എന്നർത്ഥം. ഏതായാലും ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാ എന്നുള്ള ഹർഫിനെ കുറിച്ചാണ്. അത് ലൈസയുടെ അമൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന നിബന്ധനകളും കാര്യങ്ങളുമൊക്കെയാണ് ആദ്യത്തെ 2 ബൈത്തിലായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. ഇഅ്മാല ലൈസ ഉഅ്മിലത് മാ ദൂന ഇൻ മഅ ബഖൻ നഫി വതർതീബിൻ സുകിൻ വസബ്ഖ ഹർഫി ജർരിൻ ഔ ളർഫിൻ കമാ ബി അൻത മഅനിയൻ അജാസൽ ഉലമാ. ഓക്കെ, ഒന്ന് നോക്കുക. ഇഅ്മാല ലൈസ, ലൈസ എന്നുള്ളതിൻ്റെ അമലിനെ ഉഅ്മിലത്ത് മാ എന്നുള്ളത് അമൽ ചെയ്യപ്പെടുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ മാ എന്നുള്ളതിനുള്ളത് ലൈസ എന്നുള്ള ഫിഅലിൻ്റെ അതേ അമൽ തന്നെയാണ് എന്നർത്ഥം. ഉദാഹരണം പറയുകയാണെങ്കിൽ സയ്യിദുൻ ഖായിമുൻ എന്നുള്ള മുബ്തദഉം ഖബറിൻ്റെയും മുമ്പ് മാ എന്നുള്ളത് വരികയാണെങ്കിൽ മാ സയ്യിദുൻ ഖായിമൻ എന്നാകുന്നു. ഓക്കെ, എന്നാൽ അത് അമൽ ചെയ്യാൻ ചില ഷർത്തുകളുണ്ട്. ആദ്യത്തെ ഷർത്ത് ദൂന ഇൻ എന്നുള്ളതിനെ കൂടാതെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ മാ സയ്യിദുൻ ഖായിമൻ എന്നുള്ള നമ്മുടെ ഉദാഹരണത്തിൽ ഇൻ എന്നുള്ളത് കൂടി ചേർത്തി കൊടുത്താൽ, അതായത് മാ ഇൻ സയ്യിദുൻ ഖായിമുൻ എന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. മാ ഇൻ സയ്യിദുൻ ഖായിമൻ എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. ഇൻ എന്ന് ഇല്ലെങ്കിൽ മാത്രമാണ് മാ എന്നുള്ള ഹർഫ് ലൈസയുടെ അമൽ ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഷർത്ത് മഅ ബഖൻ നഫി. മഅ ബഖാഇൻ നഫി എന്നായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. നഫി ശേഷിക്കലോട് കൂടെ എന്നർത്ഥം. നഫീൻ്റെ അർത്ഥം അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് മാ സയ്യിദുൻ ഇല്ലാ ഖായിമുൻ എന്നാണെങ്കിൽ, മാ സയ്യിദുൻ ഇല്ലാ ഖായിമുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സയ്യിദ് നിൽക്കുന്നവൻ തന്നെയാണ് എന്നാണല്ലോ. ഓക്കെ, അവിടെ നഫി എന്നുള്ളതിൻ്റെ അർത്ഥം ശേഷിക്കുന്നില്ല. ആ ഇല്ല എന്നുള്ള ഇസ്തിസ്നാ വരലോടുകൂടെ അതെന്തായിട്ട് മാറിയിട്ടുണ്ട്? മൂജബായിട്ട് മാറിയിട്ടുണ്ട്. നഫീൻ്റെ അർത്ഥം പോയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഈ അവസരത്തിൽ മാ സയ്യിദുൻ ഇല്ലാ ഖായിമുൻ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അവിടെ മാ എന്നുള്ളതിന് ലൈസയുടെ അമൽ ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഷർത്ത് വ തർതീബിൻ സുകിൻ. ഓക്കെ, സുക്കിന എന്ന് പറഞ്ഞാൽ ഉലിമ എന്നാണ് അർത്ഥം. വ തർതീബിൻ സുകിൻ, അറിയപ്പെട്ട തർത്തീബോടുകൂടെയും. നമുക്കറിയാം, ഒരു ഇസ്മിയായിട്ടുള്ള ജുംലയിൽ ആദ്യം വരുന്നത് മുബ്തദ ആണ്, പിന്നീട് വരുന്നത് ഖബറാണ്. അതാണ് അതിൽ അറിയപ്പെട്ടിട്ടുള്ള തർത്തീബ്. ഓക്കെ, ഈ തർത്തീബോട് കൂടെ വന്നാൽ മാ എന്നുള്ളത് അമൽ ചെയ്യുകയുള്ളൂ, ലൈസയുടെ അമൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ മാ സയ്യിദുൻ ഖായിമൻ എന്നുള്ളതിനെ മാ ഖായിമുൻ സയ്യിദുൻ എന്ന് പറയുകയാണെങ്കിൽ, ഖബറിനെ മുന്തിക്കുകയാണ് എങ്കിൽ അവിടെ മാ എന്നുള്ളതിന് ലൈസയുടെ അമൽ ഉണ്ടാവുകയില്ല. മാ ഖായിമൻ സയ്യിദുൻ എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത ബൈത്ത് നോക്കാം. വസബ്ഖ ഹർഫി ജർരിൻ ഔ ളർഫിൻ കമാ ബി അൻത മഅനിയൻ അജാസൽ ഉലമാ. അല്ലേ,
നമുക്കറിയാം ഒരു മുബ്തദ വരുന്നു, അതിൻ്റെ ഖബർ വരുന്നു, പിന്നീട് ആ ഖബറിൻ്റെ ഒരു മഅ്മൂല് വരുന്നുവെന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന് സൈദുൻ ആകിലുൻ ഖുബ്സൻ. സൈദുൻ എന്നുള്ളത് മുബ്തദ, ആകിലുൻ എന്നുള്ളത് ഖബർ, ഖുബ്സൻ എന്നുള്ളത് ആകിലുൻ എന്നുള്ളതിൻ്റെ മഅ്മൂല്. ഓക്കെ, ഈ ഒരു രൂപമാണ് അതിൽ അറിയപ്പെട്ടിട്ടുള്ള തർത്തീബ് അല്ലേ. ആദ്യം മുബ്തദ, പിന്നെ ഖബർ, പിന്നെ മഅ്മൂല് എന്നർത്ഥം. ഇനി അതിനെ സൈദുൻ ആകിലുൻ ഖുബ്സൻ എന്നുള്ളിടത്ത് മാ എന്ന് ചേർത്തി കൊടുത്താൽ എന്താകും? മാ സൈദുൻ ആകിലൻ ഖുബ്സൻ എന്നാകുമല്ലോ. ഓക്കെ, ഇനി ആ ഖുബ്സൻ എന്നുള്ള മഅ്മൂലിനെ നമ്മൾ മുന്തിക്കുകയാണ്. ഓക്കെ, അതായത് മാ ഖുബ്സൻ സൈദുൻ ആകിലുൻ എന്ന് പറയുകയാണ്. ഈ അവസരത്തിലും എന്തുണ്ടാവുകയില്ല? മാ എന്നുള്ളതിന് ലൈസയുടെ അമലുണ്ടാവുകയില്ല. മാ ഖുബ്സൻ സൈദുൻ ആകിലുൻ എന്നേ നമ്മൾ പറയുകയുള്ളൂ, ആകിലൻ എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ആ ഖബറിൻ്റെ മഅ്മൂല് ഒരു ലർഫ ഹർഫു ജർറോ ആണ് എങ്കിൽ, ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ സൈദുൻ മുഖീമുൻ ഇൻദക. സൈദ് നിൻ്റെ അടുക്കൽ താമസിക്കുന്നവനാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അവിടെ സൈദുൻ എന്നുള്ളത് മുബ്തദ, മുഖീമുൻ എന്നുള്ളത് ഖബർ, ഇൻദക എന്നുള്ളത് മുഖീമുൻ എന്നുള്ളതിൻ്റെ മഅ്മൂല്. ആ ഇൻദക എന്നുള്ളത് ലർഫാണ് എന്ന് നമുക്കറിയാം അല്ലേ. ഇനി ആ ലർഫിനെ മുന്തിക്കുകയാണ് എങ്കിൽ, ഉദാഹരണത്തിന് മാ ഇൻദക സൈദുൻ മുഖീമൻ എന്ന് പറയുകയാണെങ്കിൽ മാ എന്നുള്ളതിന് എന്തുണ്ടാവുന്നതാണ്? ലൈസയുടെ അമലുണ്ടാവുന്നതാണ്. അതായത് ലർഫോ ഹർഫു ജർറോ ആയിട്ടുള്ള മഅ്മൂലിനെയാണ് മുന്തിക്കുന്നത് എങ്കിൽ, മുബ്തദഇൻ്റെയും മുമ്പിലേക്ക് വരുത്തുന്നത് എങ്കിൽ അവിടെ മാ എന്നുള്ളതിന് ലൈസ എന്നുള്ളതിൻ്റെ അമല് ഉണ്ടായിരിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അതാണ് അടുത്തത് പറയുന്നത്. വസബഖ ഹർഫി ജർറിൻ. ഹർഫു ജർറിനെ മുന്തിക്കുന്നതിനെ ലർഫിനെ ഔ ലർഫിൻ അല്ലെങ്കിൽ ലർഫിനെ മുന്തിക്കുന്നതിന് ഏതുപോലെ? കമാ ബി അന്ത മഅനിയൻ എന്ന് പറയുന്നത് പോലെ. അവിടുത്തെ ഉദാഹരണം സത്യത്തിൽ അന്ത മഅനിയുൻ ബി എന്നായിരുന്നു. അന്ത നീയാണ്, മഅനിയുൻ ഉദ്ദേശിക്കപ്പെടുന്നത് ബി എന്നെ കൊണ്ട്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്നെയാണ് എന്നർത്ഥം. അതിനു മുമ്പ് മാ എന്ന് വന്നാലോ മാ അന്ത മഅനിയൻ ബി എന്നായിരിക്കും വരുന്നത് അല്ലേ. ഇനി മഅനിയൻ എന്നുള്ളതിൻ്റെ മഅ്മൂലാണ് ബി എന്നുള്ള ഹർഫ് ജർ അല്ലേ. ഇനി ആ ഹർഫ് ജറായിട്ടുള്ള മഅ്മൂലിനെ മുന്തിക്കുകയാണെങ്കിൽ മാ ബി അന്ത മഅനിയൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ മാ എന്നുള്ളതിന് ലൈസയുടെ അമൽ തന്നെ ഉണ്ടാകുന്നതാണ്. അവിടെ മഅ്മൂല് മുന്തിക്കപ്പെട്ടാലും ശരി, കാരണം മഅ്മൂൽ ഇവിടെ എന്താണ്? ഹർഫ് ജറാണ് എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ടാണ് മഅനിയൻ എന്നവിടെ നസ്ബ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വസബഖ ഹർഫി ജൽദിൻ ഔ ലർഫിൻ കമാ ബി അന്ത മഅനിയൻ. ബി അന്ത മഅനിയൻ എന്നുള്ളത് പോലെ ഹർഫു ജറിനെയോ അല്ലെങ്കിൽ ലർഫിനെയോ മുന്തിക്കുന്നതിനെ അജാസൽ ഉലമ പണ്ഡിതന്മാർ ജായിസാക്കുന്നുണ്ട്. അപ്പോൾ ലർഫോ ഹർഫു ജറോ ആയിട്ടുള്ള ഖബറിൻ്റെ മഅ്മൂലിനെ മുന്തിക്കാവുന്നതാണ്, കുഴപ്പമില്ല. അവിടെ മാ എന്നുള്ളതിന് ലൈസയുടെ അമൽ തന്നെ ഉണ്ടാകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഷറഹ് കൂടി വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. ഏതായാലും ഷറഹിലേക്ക് നോക്കാം. തഖദ്ദമ ഫി അവ്വലി ബാബി കാന വഅഖ്വാതിഹ. കാന വഅഖ്വാതിഹ എന്നുള്ള ബാബിൻ്റെ തുടക്കത്തിൽ തന്നെ മുൻകഴിഞ്ഞിട്ടുണ്ട്. എന്ത്? അന്ന നവാസിഖൽ ഇബ്തിദാഇ, തീർച്ചയായിട്ടും മുബ്തദഇൻ്റെ നവാസിഖ എന്നുള്ളത് തൻഖസിമു ഇലാ അഫ്ആലിൻ വ ഹുറൂഫിൻ, അത് ഫിഅലുകളായിട്ടും ഹർഫുകളായിട്ടും ഇനം തിരിയുമെന്ന് നമ്മൾ കാന വഅഖ്വാതുഹയുടെ ആ തുടക്ക ഭാഗത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വസബഖൽ കലാമു അലാ കാന വഅഖ്വാതിഹ, കാന വഅഖ്വാതിഹയെ കുറിച്ചുള്ള സംസാരമൊക്കെ മുൻകടന്നിട്ടുണ്ട്. വഹിയ മിനൽ അഫ്ആലി നാസിഖത്തി, കാന വഅഖ്വാതുഹ എന്നുള്ളത് ഫിഅലുകളിൽ പെട്ടതാണ്, നാസിഖത്തായിട്ടുള്ള ഫിഅലുകളിൽ പെട്ടതാണ് എന്നർത്ഥം. വസിയത്തിൽ കലാമു അലൽ ബാഖി, ഇനി ബാക്കിയുള്ള നാസിഖത്തായിട്ടുള്ള ഫിഅലുകളെ കുറിച്ചുള്ള സംസാരം ഇനി വരും ബാബുകളിൽ വരാനുണ്ട്. വദക്കറൽ മുസന്നിഫു ഫി ഹാദൽ ഫസ്ലി, ഈ ഫസ്ലിൽ മുസന്നിഫ് തങ്ങൾ പറയുന്നു മിനൽ ഹുറൂഫിൻ നാസിഖത്തി, നാസിഖത്താക്കുന്ന, അതായത് മുബ്തദയിൻ്റെയും ഖബറിൻ്റെയും ഇഅ്റാബിനെ മാറ്റുന്ന ഹർഫുകളിൽ നിന്നും മുസന്നിഫ് തങ്ങൾ പറഞ്ഞു ഖിസ്മൻ, ഒരു ഖിസ്മിനെ പറഞ്ഞു യഅമലു അമല കാന, കാന എന്നുള്ളതിൻ്റെ അമൽ ചെയ്യുന്ന എന്നർത്ഥം. അപ്പോൾ ഈ ഫസ്ലിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കാനയുടെ അമൽ ചെയ്യുന്ന ഒരു ഇനം ഹർഫുകളാണ്. വഹുവ, അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാ, വലാ, വലാത്ത, വ ഇൻ, ഈ 4 ഹർഫുകളാണ് എന്നർത്ഥം. ഓക്കെ,
ഇനിയാണ് നമ്മുടെ ബൈത്തിലേക്ക് വരുന്നത് അമ്മാ. അപ്പോൾ മാ എന്നുള്ള ഹർഫ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാ എന്നുള്ള ഹർഫ് ലൈസയുടെ അമൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ അറബികളിൽ 2 ലുഗത്തുകളുണ്ട്. ഓക്കെ, തമീം ഗോത്രക്കാരുടെ ലുഗത്ത് പ്രകാരം മാ എന്നുള്ളത് ലൈസയുടെ അമൽ ചെയ്യുകയില്ല എന്നാണ്. മാ സൈദുൻ ഖായിമുൻ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, എന്നാൽ ഹിജാസുകാരുടെ അഭിപ്രായമാണ്, അവരുടെ ലുഗത്താണ് എന്ത്, മാ എന്നുള്ളത് ലൈസയുടെ അമൽ ചെയ്യുമെന്ന് നമുക്ക് കിതാബിലേക്ക് നോക്കാം. മാ, അപ്പോൾ മാ എന്നുള്ള ഹർഫ് ഫലുഗത്തു ബനി തമീം, ബനു തമീം ഗോത്രക്കാരുടെ ഭാഷ അന്നഹ ലാ തഅമലു ഷൈഅൻ, മാ എന്നുള്ളത് ഒരു അമലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഫതഖൂലു മാ സൈദുൻ ഖായിമുൻ എന്നേ നീ പറയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസൈദുൻ മർഫൂഉൻ ബിൽ ഇബ്തിദാഇ വ ഖായിമുൻ ഖബറുഹു, സൈദുൻ എന്നുള്ളത് മുബ്തദ എന്നുള്ള നിലക്ക് മർഫൂ ആണ്, ഖായിമുൻ എന്നുള്ളത് അതിൻ്റെ ഖബർ എന്നുള്ള നിലക്ക് മർഫൂ ആണ്. മാ എന്നുള്ളതിന് പ്രത്യേകിച്ചൊരു അമലും ഇല്ല എന്നർത്ഥം. വല അമല ലിമ ഫീ ഷൈഇൻ മിൻഹുമ, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള ഒന്നിലും മാ എന്നുള്ളതിന് പ്രത്യേകിച്ചൊരു അമലും ഇല്ല എന്നാണ് തമീം ഗോത്രക്കാരുടെ അഭിപ്രായം. അതിനുള്ള കാരണമായിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹർഫുകളെ നമുക്ക് 3 എണ്ണമാക്കി തരംതിരിക്കാം. അത് നമ്മൾ ഹർഫിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. സിവാഹുമൽ ഹർഫു കഹൽ വാഫി വലം എന്നുള്ളിടത്ത് നമ്മളത് പറഞ്ഞിരുന്നു. ഹർഫ് എന്നുള്ളത് 3 ഇനത്തിലായിട്ട് വരുമെന്ന് അല്ലേ. ഒന്ന് ഫിഅലുകളിൽ മാത്രം വരുന്ന ഹർഫുകൾ, അതാണ് ലം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി ഇസ്മുകളിൽ മാത്രം വരുന്ന ഹർഫുകൾ, അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഫീ എന്നുള്ളത് വന്നിട്ടുള്ളത്. ഇനി രണ്ടിലും ഇസ്മിലും ഫിഅലിലും വരുന്ന ഹർഫുകൾ, അതാണ് ഹൽ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദാഹരിച്ചിട്ടുള്ളത്. ആ ബൈത്ത് പറയുമ്പോൾ നമ്മളത് വിശദീകരിച്ചിരുന്നു. ഏതായാലും ഇവയിലുള്ള എന്ത് മാത്രമാണ് ഇസ്മിലോ ഫിഅലിലോ പ്രത്യേകമാകുന്ന ഹർഫുകൾക്ക് മാത്രമാണ് അമലുണ്ടാവുക എന്നുള്ള ഒരു ജനറൽ ഖായിദയുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ചില പണ്ഡിതന്മാർ വാദിക്കുന്നത് എന്നർത്ഥം. ബനു തമീം ഗോത്രക്കാരുടെയൊക്കെ അഭിപ്രായം അതാണ്. ഓക്കെ, അതായത് ഇസ്മിനോടോ ഫിഅലിനോടോ പ്രത്യേകമാകുന്ന ഹർഫുകൾക്ക് മാത്രമേ പ്രത്യേകിച്ച് അമലുണ്ടാവുകയുള്ളൂ. ഫി എന്നുള്ളത് എന്ത് ചെയ്യും, ഇസ്മിന് ജർറ് ചെയ്യും. ലം എന്നുള്ളത് അതിന് ശേഷം വരുന്ന ഫിഅലിന് ജസ്മ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഹൽ എന്നുള്ളത് അത് എന്താണ്, ഇസ്മിലും ഫിഅലിലും വരുന്ന ഒരു ഹർഫായതിനാൽ തന്നെ അതിന് പ്രത്യേകിച്ച് അമലുണ്ടാവുകയില്ല. ഓക്കെ, എന്നുള്ളത് പോലെ തന്നെയാണ് ഈ മാ എന്നുള്ള ഹർഫും എന്നാണ് ബനു തമീം ഗോത്രക്കാർ പറയുന്നത്. അതായത് മാ എന്നുള്ള ഹർഫും ഇസ്മിനോട് ഫിഅലിനോട് പ്രത്യേകമാവുകയില്ല, രണ്ടിനോടും ചേർന്ന് വരുന്നതാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മാ എന്നുള്ളതിന് പ്രത്യേകിച്ച് അമൽ ഉണ്ടാവുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ഓക്കെ, അതാണ് അടുത്തത് പറയാനുള്ളത്. വദാലിക, ഇങ്ങനെ മാ എന്നുള്ളതിന് അമൽ ഇല്ല എന്ന് പറയാനുള്ള കാരണം ലി അന്നമ, കാരണം മാ എന്നുള്ളത് ഹർഫുൻ ലാ യഖ്തസ്സു, ഇസ്മിനോടോ ഫിഅലിനോടോ പ്രത്യേകമാകാത്ത ഹർഫാണ്. കാരണം ലിദുഖൂലിഹി അലൽ ഇസ്മി, കാരണം മാ എന്നുള്ളത് ഇസ്മുകളുടെ മേലിൽ പ്രവേശിക്കാറുണ്ട്. നഹ്വു മാ സൈദുൻ ഖായിമുൻ എന്നുള്ളത് പോലെ, സൈദുൻ എന്നുള്ള ഇസ്മിൻ്റെ മുമ്പാണ് മാ എന്നുള്ള ഹർഫ് പ്രവേശിച്ചിട്ടുള്ളത്. വഅലൽ ഫിഅലി, ഫിഅലിൻ്റെ മേലിലും അത് പ്രവേശിക്കാറുണ്ട്. നഹ്വു മാ യഖൂമു സൈദുൻ എന്നുള്ളത് പോലെ, യഖൂമു എന്നുള്ള ഫിഅലിന് മുമ്പാണ് മാ എന്നുള്ളത് വന്നിട്ടുള്ളത് എന്നർത്ഥം. വമാ ലാ യഖ്തസ്സു, ഇങ്ങനെ ഇസ്മിനോടോ ഫിഅലിനോടോ പ്രത്യേകമാകാത്ത ഹർഫുകൾ മാ എന്നുള്ളത് പോലെ, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഹൽ എന്നുള്ളത് പോലെ, ഫഹഖുഹു അല്ലാ യഅമല, അതിൻ്റെ അവകാശം എന്താണെന്ന് വെച്ചാൽ അല്ലാ യഅമല, അത് മറ്റൊന്നിലും അമൽ ചെയ്യാതിരിക്കലാണ് അതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ലോത്ത് ബനു തമീമിൻ്റെ ന്യായമാണ് നമ്മൾ പറഞ്ഞത്. അവരുടെ അഭിപ്രായ പ്രകാരം മാ എന്നുള്ളതിന് പ്രത്യേകിച്ച് അമൽ ഉണ്ടാകുന്നില്ല എന്നാണ്. എന്നാൽ ലോത്ത് അഹ്ലുൽ ഹിജാസ്, ഹിജാസുകാരുടെ ലോത്ത് പ്രകാരം ഇഅ്മാലുഹ, ആ മാ എന്നുള്ളതിന് അമൽ നൽകലാണ്. കഅമലി ലൈസ, ലൈസ എന്നുള്ളതിൻ്റെ അമൽ പോലെ നൽകലാണ്. ലിഷിബിഹിഹ, എന്തുകൊണ്ടാണ് അവരങ്ങനെ അമൽ ചെയ്യുന്നത്? ലിഷിബിഹിഹ, ഈ മാ എന്നുള്ളത് സാദൃശ്യമാകുന്നുണ്ട് ബിഹ, ആ ലൈസയെ കൊണ്ട്. ഫി അന്നഹ ലിനഫിയിൽ ഹാലി, അത് ഹാലിൻ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അൻദൽ ഇത്ലാഖി, മുതലഖാക്കി പറയുന്ന അവസരത്തിൽ, അതായത് ലൈസ സൈദുൻ ഖായിമൻ എന്ന് പറയുകയാണെങ്കിൽ സെയ്ദ് ഇപ്പോൾ നിൽക്കുന്നവനല്ല എന്നാണല്ലോ. ഓക്കെ, ലൈസ സൈദുൻ ഖായിമൻ അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നുണ്ടാകും, ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ എന്നുണ്ടാകും. മുതലഖാക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥമാണ് ലൈസക്കുള്ളത്. അതുപോലെ തന്നെയാണ്
മാ എന്നുള്ളതിനും. മാ സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെയ്ദ് നിൽക്കുന്നവനല്ല എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ടിനും ഒരേ അർത്ഥമായതിനാൽ ലൈസയുടെ അതേ അമൽ തന്നെ മാ എന്നുള്ളതിനും നൽകും എന്നാണ് ഹിജാസുകാരുടെ ന്യായമെന്നർത്ഥം. ഓക്കെ, ഫയർഫഉന ബിഹൽ ഇസ്മ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മാ എന്നുള്ളത് കൊണ്ട് അതിന് ശേഷം വരുന്ന ഇസ്മിന് റഫ്അ നൽകുന്നു. വയൻസിബൂന ബിഹൽ ഖബറ, ശേഷം വരുന്ന ഖബറിന് നസ്ബും നൽകുന്നു. ഓക്കെ, ഇതുപോലെ നഹ്വു മാ സെയ്ദുൻ ഖായിമൻ എന്നുള്ളത് പോലെ. ഇനി ഇത്തരത്തിലുള്ള ഖുർആനിൽ നിന്നുള്ള ഉദാഹരണമാണ് പറയുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു മാ ഹാദാ ബശറൻ. ഓക്കെ, ഇതൊരു മനുഷ്യനല്ല. നമുക്കറിയാം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ട് ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ആപ്പിൾ മുറിക്കേണ്ടിടത്ത് സ്വന്തം വിരൽ മുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണിത്, മാ ഹാദാ ബഷറൻ യൂസുഫ് നബി എന്നുള്ളത് ഒരു ബഷറല്ല എന്നുള്ളത്. ഓക്കെ, ഏതായാലും ഇവിടെ ഹാദാ ബഷറുൻ എന്നുള്ള മുബ്തദഇന്റെയും ഖബറിൻ്റെയും മുമ്പ് മാ എന്നുള്ളത് വന്നപ്പോൾ ബഷറുൻ എന്നുള്ള ഖബർ മൻസൂബായിട്ട് മാറി മാ ഹാദാ ബഷറൻ എന്നായിട്ട് മാറി എന്നർത്ഥം. അതുപോലെ തന്നെയാണ് വഖാല തആല, അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ട് മാ ഹുന്ന ഉമ്മഹാത്തിഹിം എന്ന്. ഓക്കെ, ഇതിൻ്റെ തുടക്കം എന്താണെന്ന് വെച്ചാൽ അല്ലദീന യുലാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാത്തിഹിം എന്നാണ്. ഓക്കെ, അതായത് ലിഹാർ എന്നുള്ള ഒരു സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതായത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറയാണ് അന്തി കലഹിരി ഉമ്മേ എന്ന്. ഓക്കെ, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണ്, എൻ്റെ ഉമ്മയുടെ പുറം പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീ എനിക്ക് ഇനി മുതൽ ഹറാമാണ്. കാരണം ഉമ്മയെ എന്ത് ചെയ്യാൻ പാടില്ലല്ലോ, നിക്കാഹ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നീ എനിക്ക് ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപിരിയുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ പണ്ട് അറബികൾ ഉപയോഗിച്ചിരുന്നത് ഒരു പദപ്രയോഗമാണ്. എന്നാൽ അല്ലാഹു തആല എന്ത് ചെയ്തു, ആ ഒരു കാര്യത്തെ നിഷിദ്ധമാക്കി. അതാണ് പറയുന്നത് അന്തി കലഹിരി ഉമ്മി എന്ന് പറയുന്നതും. അപ്പോൾ അല്ലദീന യുലാഹിറൂന മിൻകും മിൻ നിസാഇഹിം, നിങ്ങളിൽ നിന്നും ആരാണോ സ്വന്തം സ്ത്രീകളോട് ഭാര്യമാരോട് ലിഹാർ നടത്തുന്നത്, അന്തിക ലഹരി ഉമ്മി എന്ന് പറയുന്നത് മാ ഹുന്ന ഉമ്മഹാത്തിഹിം, അവരൊരിക്കലും അവരുടെ ഉമ്മമാരാകുന്നില്ല. ഓക്കെ, എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഏതായാലും ഹുന്ന ഉമ്മഹാത്തുഹും എന്നായിരുന്നു ഇവിടുത്തെ മുബ്തദഉം ഖബറും ഉണ്ടായിരുന്നത്. എന്നാൽ അതിനു മുമ്പ് മാ എന്ന് വന്നപ്പോൾ മാ ഹുന്ന ഉമ്മഹാത്തിഹിം എന്ന് അവിടെ എന്ത് ലഭിച്ചു, ഉമ്മഹാത്തി എന്നുള്ളതിന് നസ്ബ് ലഭിച്ചു. നമുക്കറിയാം ജംഅ മുഅന്നസ് സാലിമാണ് എങ്കിൽ അതിന് നസ്ബ് ലഭിക്കുന്നത് കസ്റ് കൊണ്ടാണ്, നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് അവിടെ ഉമ്മഹാത്തിഹിം എന്നായിട്ടുള്ളത്. ഓക്കെ, ഇനി അത്തരത്തിലുള്ള ഒരു അറബി കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വഖാല ഷാഇറു, ഒരു കവി പാടുന്നുണ്ട് അബ്നാഉഹാ മുതകന്നിഫൂന അബാഹുമു ഹനിഖുസ്സുദൂരി വമാഹുമു ഔലാദഹാ. ഓക്കെ, ഒരു കവി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം സമുദായക്കാർക്ക് ഒരു ദൂരത്ത് നിന്ന് വരുന്ന, തങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു സൈനികരെ കുറിച്ച് ഈ കവി സ്വന്തം വിഭാഗക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഓക്കെ, അവൾ ഈ ബൈത്തിൻ്റെ തുടക്കത്തിൽ ഷായർ പറയുന്നുണ്ട് വഅനന്നദീറു ബിഹറത്തിൻ മുസ്വദ്ദത്തിൻ തസിലുൽ ജുയൂഷു ഇലൈകുമു അഖ്വാദുഹാ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരനാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു വൻ സൈന്യം നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അവരുടെ ജയ്ഷുകളെല്ലാം, അവരുടെ സൈന്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അവരുടെ കുതിരപ്പടയാളികളെ അയക്കുന്നുണ്ട് എന്നുള്ള ഒരു ബൈത്തിന് ശേഷമാണ് ഈ ബൈത്ത് വന്നിട്ടുള്ളത്. അബ്നാഉഹാ മുതകന്നിഫൂന അബാഹുമു ഹനിഖുസ്സുദൂരി വമാഹുമു ഔലാദഹാ. ഓക്കെ, അബ്നാഉഹ എന്ന് പറഞ്ഞാൽ ആ സൈന്യത്തിൻ്റെ മക്കൾ, ആൺമക്കൾ എന്ന് പറഞ്ഞാൽ സൈന്യത്തിലുള്ള പോരാളികൾ. മുതകന്നിഫൂന, അവർ ചുറ്റി വരിയുന്നവരാണ്. അബാഹുമു, അവരുടെ ഉപ്പയെ എന്ന് പറഞ്ഞാൽ, അവരുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ സൈനിക മേധാവിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സൈനിക മേധാവിയെ ചുറ്റി വരിയുന്നവരാണ് ആ സൈന്യത്തിലുള്ള ആൺമക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പിതാവ്, ആ സൈനിക മേധാവി എന്താണോ പറയുന്നത് അത് തൽക്ഷണം അനുസരിക്കാൻ കാത്തിരിക്കുകയാണ് ആ പോരാളികൾ എന്നർത്ഥം എന്നുള്ളത് പോലെ ഹനിഖുസ്സുദൂരി, ഹനിഖ് എന്ന് പറഞ്ഞാൽ ദേഷ്യമുള്ളവർ എന്നാണ് അർത്ഥം. ഹനിഖുസ്സുദൂരി, നെഞ്ചിൽ, അതായത് മനസ്സിൽ നന്നായിട്ട് ദേഷ്യം പിടിച്ചു വെക്കുന്നവരാണവർ. വമാഹുമു ഔലാദഹ, അവരൊരിക്കലും ആ സൈന്യത്തിൻ്റെ മക്കളല്ല. സൈന്യത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് സൈന്യം എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ചങ്ങ് ഒഴുക്കിൽ പോകുന്നവരല്ല ആ പോരാളികൾ. മറിച്ച് ആ സൈനിക മേധാവി എന്താണോ പറയുന്നത്
അതിനനുസരിച്ച് തന്നെ നീങ്ങുന്നവരാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, വമാ ഹുമു ഔലാദഹ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഹും ഔലാദുഹ എന്നായിരുന്നു അവിടുത്തെ യഥാർത്ഥത്തിലുണ്ടായിരുന്നത്. ഹും എന്നുള്ളത് മുബ്തദഉം ഔലാദുഹ എന്നുള്ളത് ഖബറും. അതിനു മുമ്പ് മാ എന്നുള്ളത് വന്നപ്പോൾ മാ ഹുമു ഔലാദഹ എന്നായിട്ട് മാറി അവിടുത്തുള്ള ഖബറിന് നസ്ബ് ലഭിച്ചുവെന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ബൈത്തിൽ വന്നിട്ടുള്ള 4 ഷർത്തുകളെ കുറിച്ചാണ്. മാ എന്നുള്ളത് അമല് ചെയ്യാനുള്ള. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ മാ എന്നുള്ളത് അമല് ചെയ്യാൻ 6 ഷർത്തുകളുണ്ട്. അതിൽ 4 മാത്രമേ മുസന്നിഫ് തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഒന്ന് ശ്രദ്ധിക്കുക. ലാക്കിൻ പക്ഷേ ലാ തഅമലു ഇൻദഹും, ഈ ഹിജാസിക്കാരുടെ അടുക്കൽ മാ എന്നുള്ള ഹർഫ് അമൽ ചെയ്യുകയില്ല ഇല്ലാ ബിശുറൂത്തിൻ സിത്തത്തിൻ, 6 ഷർത്തുകളോട് കൂടെയല്ലാതെ. ദക്കറൽ മുസന്നിഫു മിൻഹ അർബഅത്തൻ, ആ 6ൽ നിന്നും 4 മാത്രമേ മുസന്നിഫ് തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അൽ ഔവലു, ഒന്നാമത്തത് അല്ലാ യുസാദ ബഅദഹ ഇൻ, മാ എന്നുള്ളതിന് ശേഷം ഇൻ എന്നുള്ള ഹർഫ് സായിദയാക്കപ്പെടാതിരിക്കലാണ്. ഫഇൻ സീദത്ത്, ഇനി ആ ഇൻ എന്നുള്ളത് സായിദയാക്കപ്പെടുകയാണെങ്കിലോ ബത്തല അമലുഹ, ആ മാ എന്നുള്ളതിൻ്റെ അമല് ബാത്തിലായി പോകുന്നതാണ്. നഹ്വു മാ ഇൻ സൈദുൻ ഖായിമുൻ എന്നാണ് ഇവിടെ പറയുന്നത്. മാ എന്നുള്ളതിന് ശേഷം ഇൻ എന്ന് വന്നതിനാൽ ഖായിമുൻ എന്നുള്ളതിന് ബിറഫ്ഇ ഖായിമുൻ. ഓക്കെ, വലാ യജൂസു നസ്ബുഹു, ഖായിമൻ എന്ന് പറയാൻ പാടില്ല എങ്കിലും വ അജാസ ദാലിക ബഅദുഹും, ചില നഹ്വി പണ്ഡിതന്മാർ ഇവിടെയും ഇൻ എന്നുള്ളത് സായിദിയാക്കിയിട്ട് വന്നാലും അവിടെ ഖായിമൻ എന്ന് നസ്ബ് വരാൻ പറ്റുമെന്ന് ചില നഹ്വി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അസാനി, രണ്ടാമത്തെ ഷർത്ത് അല്ലാ യന്തഖിലൻ നഫിയു ബി ഇല്ല, ഇല്ല എന്നുള്ളത് കൊണ്ട് നഫിയെ പൊളിയാതിരിക്കണം. അതാണ് മഅ ബഖൻ നഫി എന്ന് നമ്മൾ ബൈത്തിൽ പഠിച്ചിരുന്നുവല്ലോ. അപ്പോൾ നഹ്വു മാ സൈദുൻ ഇല്ലാ ഖായിമുൻ എന്ന് പറയുമ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടുത്തെ നഫി പൊളിഞ്ഞു, സെയ്ദ് നിൽക്കുന്നവൻ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ അവസരത്തിൽ ഫലാ യജൂസു നസ്ബു ഖായിമുൻ, ഖായിമുൻ എന്നുള്ളതിന് നസ്ബ് പറയാൻ പാടില്ല. ഏതുപോലെ ഒക്കെ ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ എന്ന്. ഓക്കെ, അതായത് കാഫിരീങ്ങൾ പ്രവാചകന്മാരോട് പറയുന്ന വാക്കായിട്ടാണിത് പറയുന്നത്. മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ് എന്നാണ് ഇവിടെയുള്ള ആശയം. അവിടെയുള്ള നഫീൻ്റെ അർത്ഥം ഇല്ല എന്നുള്ളത് കൊണ്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലാ ബഷറുൻ എന്ന്, ബഷറുൻ എന്നുള്ളതിന് റഫ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മാ എന്നുള്ളതിന് ലൈസയുടെ അമൽ ഇവിടെ ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഇനി വ ഖൗലിഹി, അല്ലാഹു തആല പറയുന്നത് പോലെ വമാ അന ഇല്ലാ നദീറുൻ. ഓക്കെ, ഇവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതാണ് വമാ അന ഇല്ലാ നദീറുൻ, ഞാൻ ഒരു മുന്നറിയിപ്പുകാരൻ തന്നെയാണ് എന്നാണ് ഇവിടത്തെയും അർത്ഥം. ഇവിടെയും നദീറുൻ എന്നാണ്, റഫ്ഉ കൊണ്ടാണ് നമ്മൾ ഖബർ പറയേണ്ടത്. ഖിലാഫൻ ലിമൻ അജാസഹു, എന്നാലും ചില നഹ്വി പണ്ഡിതന്മാർ ഇങ്ങനെയാകുമ്പോഴും ഇല്ല എന്നുള്ളത് വന്നുകൊണ്ട് നഫീൻ്റെ അർത്ഥം പൊളിഞ്ഞു പോയാലും മാ എന്നുള്ളതിന് ലേസിയുടെ അമലുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, ഇനി അസാലിസു, മൂന്നാമത്തെ ഷർത്താണ് അടുത്തത്. അതാണ് നമ്മൾ വ തർത്തീബിൻ സുക്കിൻ എന്ന് പറഞ്ഞത്. അതായത് ആദ്യം മുബ്തദഉം പിന്നെ ഖബറും വരണം, ഖബർ മുന്താൻ പാടില്ല എന്നർത്ഥം. അല്ലാ യതഖദ്ദമ ഖബറുഹ അല ഇസ്മിഹ, ആ മാ എന്നുള്ളതിൻ്റെ ഖബർ അതിൻ്റെ ഇസ്മിനേക്കാൾ മുന്തി വരാൻ പാടില്ല. വഹുവ ഗൈറു ളർഫിൻ വലാ ജാറുൻ വ മജ്റൂറുൻ. ഓക്കെ, എന്നാൽ ആ ഖബർ തന്നെ ലർഫോ ജാറു മജ്റൂറോ ആകാതിരിക്കുമ്പോൾ, ഓക്കെ, ആ ഒരു കാര്യവും കൂടി ബൈത്തിനോട് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഓക്കെ, ബൈത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നില്ല. ലർഫോ ജാറു മജ്റൂറോ ആയാലും അത് ഖബർ മുന്തി വരാൻ പാടില്ല എന്നാണ് വ തർത്തീബിൻ സുക്കിൻ എന്നുള്ള ബൈത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാ യതഖദ്ദമ ഖബറുഹ അല ഇസ്മിഹ, ലർഫോ ജാറു മജ്റൂറോ ആകാതിരിക്കുമ്പോൾ ഖബർ ഇസ്മിനേക്കാൾ മുന്തി വരാൻ പാടില്ല. ഫഇൻ തഖദ്ദമ, ഇനി അങ്ങനെ ഖബർ മുന്തി വരികയാണെങ്കിൽ വജബ റഫ്ഉഹു, അതിനെ റഫ്ഉ ചെയ്യൽ നിർബന്ധമാണ്. നഹ്വു മാ ഖായിമുൻ സൈദുൻ എന്നാണ് പറയുന്നത്. ഫലാ തഖൂലു മാ ഖായിമൻ സൈദുൻ എന്ന് പറയാൻ പാടില്ല. എങ്കിലും വഫീ ദാലിക ഖിലാഫുൻ, ഈ ഒരു വിഷയത്തിലും നേരത്തെയുള്ള ഷർത്തുകളിലെ പോലെ തന്നെ ഖിലാഫ് നമുക്ക് കാണാൻ സാധ്യമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഫഇൻ കാന ലർഫൻ ഔ ജാറൻ വ മജ്റൂറൻ, ഇനി ഖബർ ലർഫോ ജാറ മജ്റൂറോ ആണെങ്കിൽ ഫഖദ്ദംതഹു, അങ്ങനെ നീ ആ ഖബറിനെ മുന്തിക്കുകയും ചെയ്തു. ഫഖുൽത മാ ഫിദ്ദാരി സൈദുൻ എന്ന് പറഞ്ഞു. ഓക്കെ, സൈദുൻ ഫിദ്ദാരി എന്നായിരുന്നു മുബ്തദഉം ഖബറും ഉണ്ടായിരുന്നത്. എന്നാൽ
അതിനു മുമ്പ് മാ എന്നുള്ളത് കൊണ്ടുവരികയും ഫിദ്ദാരി എന്നുള്ള ജാറമജറൂറായിട്ടുള്ള ഖബറിനെ മുന്തിക്കുകയും ചെയ്തു. മാ ഫിദ്ദാരി സെയ്ദുൻ എന്ന് പറഞ്ഞു. വ മാ ഇൻദക അംറുൻ എന്ന് പറഞ്ഞു. അവിടെ ഇൻദക എന്നുള്ള ഖബർ ലറഫാണ് എന്ന് നമുക്കറിയാമല്ലോ. ഏതായാലും അങ്ങനെ വന്നാൽ ഫഖ്തലഫന്നാസു ഫീമാ ഹൈനഇദിൻ, അന്നേരമുള്ള മാ എന്നുള്ള ഹർഫ് അത് അമൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ നഹ്വി പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായക്കാരായിട്ടുണ്ട്. ഹൽ ഹിയ ആമിലത്തുൻ അംല, ഈ മാ എന്നുള്ളത് ലൈസയുടെ അമൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ ഫമൻ ജഅലഹ ആമിലത്തൻ, അപ്പോൾ ആ മാ എന്നുള്ളതിനെ അമൽ ചെയ്യുന്നതാക്കിയ പണ്ഡിതന്മാർ, അതായത് ലൈസയുടെ അമൽ മാ ചെയ്യും എന്ന് പറയുന്നവർ, ഖാല അവർ പറയുന്നത് ഇന്നൽ ലർഫ വൽ ജാറ വൽ മജ്റൂറ ഫി മൗളിഇ നസ്ബിൻ, അവിടെയുള്ള ഫിദ്ദാരി എന്നുള്ള ഇൻദക എന്നുള്ള ലർഫും ജാറ മജ്റൂറും നസ്ബിൻ്റെ സ്ഥാനത്താണ് ബിഹ, ആ മാ എന്നുള്ളത് കൊണ്ട്. അതായത് മാ എന്നുള്ളതിൻ്റെ ഖബർ എന്നുള്ള നിലക്ക് ഫിദ്ദാരി എന്നുള്ളതും ഇൻദക എന്നുള്ളതും മൻസൂബാണ് എന്നർത്ഥം. ഇനി വമല്ലം യജഅൽഹ ആമിലത്തൻ, ഇനി ആ മാ എന്നുള്ളതിനെ ആമിലത്ത് ആക്കാത്ത പണ്ഡിതന്മാരോ, ഖാല അവരുടെ അഭിപ്രായ പ്രകാരം ഇന്നഹുമാ ഫി മൗളിഇ റഫ്ഇൻ അലാ അന്നഹുമാ ഖബറാനി ലിൽ മുബ്തദഇ അല്ലദീ ബഅദഹുമാ. ഓക്കെ, അവരുടെ അഭിപ്രായ പ്രകാരം ആ രണ്ടും ഫിദ്ദാരി ഇൻദക എന്നുള്ള ലർഫും ജാർ മജ്റൂറും അത് ഖബറാണ് എന്നുള്ള നിലയ്ക്ക്, അതിനുശേഷം വന്നിട്ടുള്ള മുബ്തദഇൻ്റെ ഖബറാണ് എന്നുള്ള നിലയ്ക്ക് മർഫൂ ആണ് എന്നാണ് ഇവരുടെ അഭിപ്രായം. ഓക്കെ, വഹാദ സാനി, ഈ രണ്ടാമത്തതാണ് ഹുവ ലാഹിറു കലാമിൽ മുസന്നിഫി, മുസന്നിഫ് തങ്ങളുടെ കലാമിൽ നിന്നും ലാഹിറാകുന്നത്. കാരണം മുസന്നിഫ് തങ്ങൾ എന്തേ പറയുന്നുള്ളൂ, വ തർത്തീബിൻ സുക്കിൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. അതായത് അറിയപ്പെട്ട തർത്തീബോട് കൂടെ വന്നാൽ മാത്രമേ, ആദ്യം മുബ്തദഉം പിന്നെ ഖബറും വന്നാൽ മാത്രമേ അമൽ ചെയ്യുകയുള്ളൂ എന്നാണ് ബൈത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. എന്നതല്ലാതെ ഖബർ ലർഫാവുന്നു ജാർ മജ്റൂർ ആകുന്നു അപ്പോൾ ഈ അമലുണ്ടാകും എന്നൊന്നും ബൈത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നർത്ഥം. അതാണ് ഷറഹിൽ വിശദീകരിക്കുന്നത്. വഹാദ സാനി ഹുവ ലാഹിറു കലാമിൽ മുസന്നിഫി, കാരണം ഫഇന്നഹു, കാരണം മുസന്നിഫ് തങ്ങൾ ഷറത ഫി ഇഅ്മാലിഹ, ഈ മാ എന്നുള്ളതിന് അമൽ നൽകുന്നതിൽ നിബന്ധന വെച്ചിരിക്കുന്നു. അയ്യകൂനൽ മുബ്തദ വൽ ഖബറു ബഅദ മാ എന്നുള്ളതിന് ശേഷം വന്നിട്ടുള്ള മുബ്തദഉം ഖബറും ആവണം എന്ത്, അല തർത്തീബിൽ ലദീ സുകിന, അറിയപ്പെട്ട ഓർഡർ പ്രകാരമായിരിക്കണം. വഹാദാ ഹുവൽ മുറാദു ബിഖൗലിഹി വ തർത്തീബിൻ സുകിൻ, വ തർത്തീബിൻ സുകിൻ എന്നുള്ള മുസന്നിഫ് തങ്ങളുടെ ഖൗലിൽ നിന്നും ഇതാണ് ഉദ്ദേശ്യം. ഓക്കെ, അതായത് സുകിന എന്ന് പറഞ്ഞാൽ ഉലിമ എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് അറിയപ്പെട്ട തർത്തീബ് എന്ന് പറഞ്ഞാൽ ആദ്യം മുബ്തദഉം പിന്നീട് ഖബറും വരണമെന്നർത്ഥം. വയഅനി, അതായത് വയഅനി ബിഹി, ഈ ഒരു കാര്യം കൊണ്ട് മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് അയ്യകൂനൽ മുബ്തദഉ മുഖദ്ദമൻ, മുബ്തദഉ മുന്തി വരണം, വൽ ഖബറു മുഅഖറൻ, ഖബർ പിന്തിയും വരണം. വ മുഖ്തലാഹു, ഇങ്ങനെ മുസന്നിഫ് തങ്ങൾ പറഞ്ഞതിൻ്റെ തേട്ടം എന്താണ്, അന്നഹു മതാ തഖദ്ദമൽ ഖബറു, ഇനി എവിടെയെങ്കിലും എപ്പോഴാണ് ഒരു ഖബർ മുന്തി വരുന്നത്, ലാ തഅമലു മാ, ആ അവസരത്തിൽ മാ എന്നുള്ള ഹർഫ് അമൽ ചെയ്യുകയില്ല, ഷൈഅൻ, ഒന്നും ചെയ്യുകയില്ല. സവാഉൻ കാനൽ ഖബറു ലർഫൻ ഔ ജാറൻ മജ്റൂറൻ, അവിടുത്തെ ഖബർ ലർഫാവട്ടെ ജാർ മജ്റൂർ ആവട്ടെ, ഖബർ മുന്തി വന്നോ അവിടെ മാ എന്നുള്ളത് അമൽ ചെയ്യുകയില്ല എന്നാണ് മുസന്നിഫ് തങ്ങളുടെ ബൈത്തിൽ നിന്ന് നമുക്ക് ലാഹിറാകുന്നത് എന്നർത്ഥം. ഓക്കെ, സവാഉൻ കാനൽ ഖബറു ലർഫൻ ഔ ജാറൻ മജ്റൂറൻ ഔ ഗൈറ ദാലിക, ലർഫോ ജാർ മജ്റൂറോ അതല്ലാത്തതാവട്ടെ എങ്ങനെയായാലും ഖബർ മുന്തി വരാൻ പാടില്ല എന്നർത്ഥം. വഖദ് സറഹ ബിഹാദ ഫി ഗൈരി ഹാദൽ കിതാബി, ഈ കിതാബിലല്ലാത്തയിടത്ത് നഹ്വിൻ്റെ മുസന്നിഫ് തങ്ങളുടെ മറ്റുള്ള കിതാബുകളിൽ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് തന്നെ മുസന്നിഫ് തങ്ങൾ പറയുന്നുമുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് പറയാം. 4, 5, 6 എന്നുള്ള ഷർത്തുകൾ കൂടി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.